തൃക്കാക്കര നഗരസഭ മുൻ അധ്യക്ഷ അജിത തങ്കപ്പനെ കൌൺസിലർ സ്ഥാനത്തു നിന്നും അയോഗ്യയാക്കി. നഗരസഭാ സെക്രട്ടറി ടി.കെ. സന്തോഷാണ് അജിതയുടെ വീട്ടിലെത്തി അയോഗ്യയാക്കിക്കൊണ്ടുള്ള നോട്ടീസ് കൈമാറിയത്. അവധിയപേക്ഷയോ മറ്റു കാര്യങ്ങളോ ബോധ്യപ്പെടുത്താതെ 3 മാസം തുടർച്ചയായി സ്ഥിരം സമിതി യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതാണ് നടപടിക്ക് കാരണം. തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, അജിത തങ്കപ്പനുമായി ബന്ധപ്പെട്ട ഒരുപാട് നാടകീയ സംഭവങ്ങൾക്ക് മുൻപ് നഗരസഭ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അയോഗ്യയാക്കുന്ന നടപടിയിലേക്ക് കടക്കുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? നേരത്തെ നഗരസഭ അധ്യക്ഷയായിരുന്നു അജിത തങ്കപ്പൻ. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥിര സമിതി സ്ഥാനത്ത് നിന്നും സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ അയോഗ്യയാക്കിയിട്ടുള്ള ഒരു ഉത്തരവ് വരുന്നത്. 1994 കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ സെക്ഷൻ 91K പ്രകാരമാണ് കൗൺസിലർ സ്ഥാനത്ത് നിന്ന് തുടരുന്നതിൽ അയോഗ്യയാക്കിക്കൊണ്ട് നഗരസഭാ സെക്രട്ടറി ഉത്തരവിറക്കിയിരിക്കുന്നത്. സെക്രട്ടറിയായ ടി.കെ. സന്തോഷാണ് നേരിട്ട് തന്നെ വീട്ടിലെത്തി ഈ അയോഗ്യയാക്കിക്കൊണ്ടുള്ള നടപടി ഉത്തരവ് കൈമാറിയത്. 3 മാസത്തോളമായി തുടർച്ചയായി വിദ്യാഭ്യാസ സ്ഥിര സമിതി യോഗത്തിൽ ഇവർ പങ്കെടുക്കാതിരുന്നു. അതിന് അവധി അപേക്ഷ നൽകുകയോ അല്ലെങ്കിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് മറ്റു കാര്യങ്ങളൊന്നും അധികൃതരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല, നഗരസഭയിൽ അറിയിച്ചിട്ടില്ല. ഇതിനെ തുടർന്നാണ് ഈ നടപടിക്ക് കാരണം ഈ നഗരസഭാ ചട്ടം, അതായത് കേരള മുനിസിപ്പാലിറ്റി ചട്ടം 1994 പ്രകാരം അതിന്റെ സെക്ഷൻ 93(2) പ്രകാരമാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഥിരമായി മറ്റ് കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതെ, കാരണം അവധി അപേക്ഷ നൽകിയാൽ അവധിയിൽ അതായത് ഈ യോഗത്തിൽ നിന്ന് മാറി നിൽക്കാവുന്നതാണ്. പക്ഷേ യാതൊരുവിധ അറിയിപ്പും നൽകാതെ അജിത തങ്കപ്പൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയുടെ യോഗത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് കൗൺസിലർ സ്ഥാനത്ത് നിന്നും ഇപ്പോൾ അയോഗ്യയാക്കി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ശരി, അവധിയപേക്ഷ നൽകുകയോ മറ്റു കാര്യങ്ങളൊന്നും അറിയിക്കുകയോ ചെയ്യാതെ 3 മാസം തുടർച്ചയായി അവധിയെടുത്തതിനാലാണ് ഇപ്പോൾ അജിത തങ്കപ്പനെതിരെയുള്ള നടപടി. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.